നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യാഗിൽ. ആദ്യം പ്രധാന വാർത്തകൾ. 7 കോടിയിലധികം രൂപ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ തൃശൂരിലെ പ്രമുഖ വ്യവസായി അറസ്റ്റിൽ. തൃശൂരിൽ ബക്കറ്റിലെ വെള്ളത്തിൽ വീണ് 9 മാസം പ്രായമുള്ള കുഞ്ഞിന് ദാരുണാന്ത്യം. ഹനാന്റെ കുഞ്ഞു സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്. പെരുമ്പുള്ളിശ്ശേരിയിൽ ടെറസിൽ നിന്നും വീണ് വയോധിക മരിച്ചു. വാർത്തകൾ വിശദമായി. 7 കോടിയിലധികം രൂപ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ തൃശൂരിലെ പ്രമുഖ വ്യവസായി അറസ്റ്റിൽ. നിക്ഷേപങ്ങൾ സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രമുഖ വ്യവസായിയും പത്മശ്രീ ജേതാവും തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റുമായ ടി.എ. സുന്ദർമേനോൻ അറസ്റ്റിൽ. 30 കോടി രൂപ തട്ടിച്ച കേസിലാണ് അറസ്റ്റ്. നിക്ഷേപം തിരിച്ചു നൽകുന്നില്ലെന്ന 18 പേരുടെ പരാതിയിൽ ഞായറാഴ്ച രാവിലെയാണ് സുന്ദർമേനോൻ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തത്. 5 വർഷത്തെ കാലാവധിക്ക് ശേഷം ഇരട്ടി തുക തിരിച്ചു നൽകാമെന്ന് വാഗ്ദാനം നൽകി 30 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ്. ഹിവാൻസ് ഫിനാൻസ് എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിൽ സുന്ദർ മേനോൻ ചെയർമാനാണ്. കോൺഗ്രസ് നേതാവായ C.S. ശ്രീനിവാസനാണ് സ്ഥാപനത്തിന്റെ ഡയറക്ടർ. ഇരുവരുടെയും രാഷ്ട്രീയ സാമൂഹിക ഇടപെടലുകൾ വിശ്വാസത്തിലെടുത്താണ് ലക്ഷക്കണക്കിന് രൂപ ഹിവാൻസ് ഫിനാൻസിലും ഹിവാൻസ് നീതി കമ്പനിയിലുമായി നിക്ഷേപിച്ചതെന്ന് നിക്ഷേപകർ പറയുന്നു. എന്നാൽ പിന്നീട് പലിശയും മുതലും നിക്ഷേപകർക്ക് നൽകാൻ കമ്പനി തയ്യാറായിട്ടില്ല. തൃശൂരിൽ ബക്കറ്റിലെ വെള്ളത്തിൽ വീണ് 9 മാസം പ്രായമുള്ള കുഞ്ഞിന് ദാരുണാന്ത്യം. കൊടകര തലവണിക്കര കൊളോട്ടിൽ രാജേഷിന്റെയും അമൃതയുടെയും മകൾ നീലാന്ദ്രിനാഥാണ് മരിച്ചത്. 10 ദിവസം മുൻപാണ് അപകടമുണ്ടായത്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുട്ടിയെ കാണാതായപ്പോൾ നടത്തിയ അന്വേഷണത്തിൽ വീട്ടിലെ ബക്കറ്റിൽ വീണുകിടക്കുന്ന രീതിയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയ്ക്കിടെ ഞായറാഴ്ച രാവിലെ മരണം സംഭവിക്കുകയായിരുന്നു. ഹനാന്റെ കുഞ്ഞു സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് വിദ്യാനികേതനിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥി കാളത്തോട് സ്വദേശികളായ മമ്മർസ്ര ഇല്ലത്ത് അൻസാറിന്റെയും ജസ്നയുടെയും മകനായ മുഹമ്മദ് ഹനാൻ അൻസാറാണ് കുടുക്കയിൽ കൂട്ടിവെച്ച പണം മുഴുവനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. സർക്കാരിന് വേണ്ടി ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തുക ഏറ്റുവാങ്ങി. പെരുമ്പുള്ളിശ്ശേരിയിൽ ടെറസിൽ നിന്നും വീണ് വയോധിക മരിച്ചു. പെരുമ്പുള്ളിശ്ശേരി കോരോത്ത് 89 വയസ്സുള്ള അമ്മയാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ ടെറസിന്റെ കോണിയോട് ചേർന്ന മുറ്റത്ത് അമ്മ വീണ് കിടക്കുന്ന വീട്ടുകാരാണ് കണ്ടത്. കുറുക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ചാഴൂർ കമാൻഡോ മുഖത്ത് സ്ലൂയിസ് പ്രശ്നപരിഹാരത്തിന് സമിതി രൂപീകരിച്ചു. ശക്തമായ മഴയിൽ കരുവന്നൂർ പുഴയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ചാഴൂർ കമാൻഡോ മുഖത്ത് സ്ലൂയിസിന്റെ സ്ലാബ് എന്നിവ തകർന്നതുമൂലം ചേർപ്പ് ചാഴൂർ ഗ്രാമപഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ രൂപപ്പെട്ട സൂക്ഷ്മമായ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണുന്നതിന് തൃശൂർ മേജർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കോർഡിനേറ്ററായി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി സമിതി രൂപീകരിച്ചു. തൃശൂർ മേജർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ മേൽനോട്ടത്തിൽ അഡീഷണൽ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ, ചാഴൂർ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ, KLDC കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ, തൃശൂർ തഹസിൽദാർ എന്നിവർ അടങ്ങുന്ന സമിതി സംയുക്ത സ്ഥല പരിശോധന നടത്തി വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടു. കിഴുപ്പള്ളിക്കര പ്രവാസി അസോസിയേഷൻ UAE ആൻഡ് കേരള ചാപ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ 2023-24 വർഷത്തെ SLC +2 പരീക്ഷകളിൽ വിജയിച്ച കുട്ടികൾക്ക് ക്യാഷ് പ്രൈസും മൊമെന്റയും നൽകി ആദരിക്കലും സംഘടനയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്ന നിൻഡു മാരാത്തിന്റെ വേർപാടിൽ അനുസ്മരണവും സംഘടിപ്പിച്ചു. കിഴുപ്പള്ളിക്കര ചാരിറ്റബിൾ ട്രസ്റ്റ് ബേസ് നടന്ന ചടങ്ങിൽ KPA കേരള ചാപ്റ്റർ സെക്രട്ടറി അബ്ദുൾ അസീസ് സ്വാഗതം പറഞ്ഞു. KPA കേരള ചാപ്റ്റർ പ്രസിഡന്റ് മോഹനൻ തേവർക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. KPA സെൻട്രൽ കമ്മിറ്റി രക്ഷാധികാരി നൌഫൽ പൂവാമ്പറമ്പിൽ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്ന നിൻഡു മാരാത്തിന്റെ വേർപാടിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. SSLC +2 വിജയികൾക്കുള്ള അവാർഡുകൾ KPA സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് യുനസ് തെരുവത്ത്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഔസഫ് തിപ്പിരിയാരത്ത്,
ഡോക്ടർ ഷമീർ പൂവാമ്പറമ്പിൽ തുടങ്ങിയവർ ചേർന്ന് നൽകി. താനും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മിനി ജോസ്, ജിനൻ മാരാത്ത്, ഉഷ സദാശിവൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 ലക്ഷം രൂപ നൽകുമെന്ന് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് യുനസ് തെരുവത്ത് അറിയിച്ചു. അനഘ വിശ്വനാഥൻ പ്രാർത്ഥനയും എക്സിക്യൂട്ടീവ് മെമ്പർ പോൾസന്റെ മകൾ എവറീന ആങ്കറിംഗും നടത്തി. KPA എക്സിക്യൂട്ടീവ് മെമ്പർ ബഷീർ ബാവ നന്ദി പറഞ്ഞു. ഷിജീഷ്, ഷാജഹാൻ, ഫൈസൽ ഉസ്മാൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഉന്നത സ്ഥാനങ്ങളിൽ എത്തുമ്പോൾ ഇതെന്റെ മാത്രം വിജയമാണ്, അല്ലെങ്കിൽ എന്റെ മാത്രം കഠിനാധ്വാനത്തിന്റെ ഭാഗമാണ് എന്ന് ചിന്തിക്കുന്നതല്ല ശരി. നമ്മൾക്ക് വേണ്ടി രക്ഷിതാക്കൾ ഉറക്കമൊഴിച്ചിരുന്നുകൊണ്ട് മുമ്പ് ഉറുക്കിയെടുത്തുകൊണ്ട് കുട്ടിയെ പഠിപ്പിച്ച് വലിയ നല്ല നിലയിലാക്കിയ നമ്മളെ അവർ സംരക്ഷിക്കും എന്നൊരു ആശ കൂടി അവരുടെ മനസ്സിലുണ്ടല്ലേ. നിങ്ങൾ വലുതായി പഠിച്ച് ജോലി കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോളൂ എന്നാണോ രക്ഷിതാക്കളുടെ മനോഭാവമല്ല. നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് തമ്മിലും ആവും. ഞങ്ങൾ അത്ര കഷ്ടപ്പെട്ട് എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നു, പഠിച്ചു വലുതായാൽ ഈ കുടുംബത്തിൻ്റെ തമ്മിലും ആവേണ്ട വ്യക്തികളാണ് നിങ്ങൾ എന്നൊരു മനസ്സിൽ സ്വപ്നങ്ങളാണ്. പക്ഷേ ഭാവിയിൽ നമ്മൾ വളർന്ന് വലുതായി കഴിഞ്ഞാൽ ആ സ്വപ്നങ്ങളെല്ലാം തകർത്തെറിയുന്ന രീതി നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു പെരുമാറ്റവും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചടങ്ങാണ് ദുരന്തത്തിന്റെ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയാം. അതിലേക്ക് തിരുപ്പതിക്കര പ്രവാസി അസോസിയേഷൻ UAE ചേർത്തവരുടെ ശ്രീ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കായി 1 ലക്ഷം രൂപ അസോസിയേഷൻ സംഭാവന ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. വയനാടിന് ധനസഹായമായി തവനീഷ്. ക്രൈസ്റ്റ് കോളേജിലെ സാമൂഹിക സേവന സംഘടനയായ തവനീഷ് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 50,000 രൂപ കൈമാറി. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു, ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ റഫറന്റ് ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസിൽ നിന്നും ധനസഹായം ഏറ്റുവാങ്ങി. മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ മാത്യു പോൾ പൂക്കൻ, മാനേജ്മെന്റ് ഗവേണിംഗ് കൗൺസിൽ അംഗം MP ജാക്സൺ, തവനീഷ് സ്റ്റാഫ് കോർഡിനേഷൻ മൂവിഷ് മുരളി, തവനീഷ് സെക്രട്ടറി സജിൽ വത്സൻ, ട്രഷറർ അക്ഷര, സാമൂഹിക പ്രവർത്തകൻ VV റാൽഫി, തവനീഷ്, വോളണ്ടിയർമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താനേരം തുടരും. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു? വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള റിപ്പയറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കെയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ. വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത 50-ൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും 2,750 രൂപ മാത്രം. അതോടൊപ്പം 900 രൂപയുടെ വൈറ്റമിൻ D3 ടെസ്റ്റ് സൗജന്യം. ഈ ഓഫർ മാക്കെയറിന്റെ വലപ്പാട്, വാടാനപ്പള്ളി, കാട്ടൂർ, കാഞ്ഞാണി, ചേർപ്പ് ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555. വാർത്താനേരം തുടരുന്നു. വലപ്പാട് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഏറെക്കാലമായി കുടിവെള്ളം ലഭ്യമാക്കാത്തതിനാൽ പ്രതിഷേധിച്ച് കേരള ജല അതോറിറ്റി തളിക്കുളം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. തളിക്കുളം ജല അതോറിറ്റി ഓഫീസിന് മുന്നിൽ നടന്ന ധർണ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബഗീഷ് പുരാണൻ ഉദ്ഘാടനം നിർവഹിച്ചു. വലപ്പാട് പഞ്ചായത്തിലെ പ്രത്യേകിച്ച് തീരദേശ മേഖലയിൽ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നിരവധി പ്രാവശ്യം പരാതി നൽകിയിട്ടും ഈ പരാതിയിന്മേൽ ഒരു നടപടിയെടുക്കുവാനോ ശുദ്ധജലത്തിന്റെ വിതരണം കാര്യക്ഷമമായി നടത്തുവാനോ വാട്ടർ അതോറിറ്റിയും ഇവിടുത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയറും തയ്യാറാവുന്നില്ല. ഇതിന് ഒരു വ്യക്തമായിട്ടുള്ള മറുപടിയോ വെള്ളം ശുദ്ധജലം കിട്ടാൻ വേണ്ടിയിട്ടുള്ള നടപടിയോ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയുള്ള സമരത്തിന്റെ രൂപവും ഭാവവും മാറുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്
BJP വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു കുട്ടുക്കൽ അധ്യക്ഷനായി. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ധനീഷ് മർത്തിപ്പറമ്പിൽ സ്വാഗതം പറഞ്ഞു. BJP നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി സേവൻ പള്ളത്ത് ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് KV അരുണഗിരി, 2ാം വാർഡ് മെമ്പർ ലക്ഷ്മി ഷിജോ, BJP തളിക്കുളം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി മണികണ്ഠൻ, സുരേഷ് TR, ഉണ്ണികൃഷ്ണൻ കുണ്ടായിൽ, മഹിളാ മോർച്ച മണ്ഡലം സെക്രട്ടറി ശ്രുതി ധനീഷ് എന്നിവർ സംസാരിച്ചു. വലപ്പാട് മഹിളാ മോർച്ച പ്രസിഡന്റ് പ്രിയങ്ക, ഷൈര സദാശിവൻ, അജിത് കാരയിൽ തെക്കൂട്ട്, വലപ്പാട് മഹിളാ മോർച്ച പ്രസിഡന്റ് പ്രിയങ്കര, ഷൈര സദാശിവൻ, അജിത് കാരയിൽ തെക്കൂട്ട്, ബാബുരാജ് വാരിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. വയനാട്ടിലെ ദുരിത കാഴ്ചകൾ മീഡിയയിലൂടെ കണ്ട് കുഞ്ഞു മനസ്സിലും കാരുണ്യത്തിന്റെ അലർച്ചകൾ തീർത്തു. തന്റെ കാശുകുടുക്കയിലെ സമ്പാദ്യം ദുരിതബാധിതർക്ക് നൽകി മാതൃകയായി വർണ്ണവ്. തന്റെ കാശുകുടുക്കയിലെ തുക വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകാൻ വർണ്ണവ് അച്ചമ്മയോട് പറയുകയായിരുന്നു. അച്ചമ്മ ലത പെരിങ്ങോട്ടുകരയിൽ കളക്ഷൻ സെന്റർ തുടങ്ങിയ നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ഭാരവാഹികളെ അറിയിച്ചതിനനുസരിച്ച് ഭാരവാഹികൾ വസതിയിലെത്തി സ്വീകരിച്ചു. ചെമ്മാപ്പള്ളി തച്ചപ്പള്ളി പ്രതിലാൽ സജന ദമ്പതികളുടെ മൂത്ത മകനാണ് 5 വയസ്സുകാരനായ വർണ്ണവ് എന്ന പാച്ചു. ചെമ്മാപ്പള്ളി ALP സ്കൂളിലെ LKG വിദ്യാർത്ഥിയാണ്. നെഹ്റു സ്റ്റഡി സെന്റർ ചെയർമാൻ ആന്റോ തൊറയൻ, കൺവീനർ രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, പോൾ പുലിക്കോട്ടിൽ, സാജൻ കുറ്റിക്കാട്ടുപറമ്പ് എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. കാശുകൊടുക്കയിൽ നിന്ന് 4443 രൂപയാണ് ഉണ്ടായിരുന്നത്. കുട്ടി ഇലക്ട്രിക് ബൈക്ക് വാങ്ങുന്നതിനായി സ്വരൂപിച്ച തുകയാണ് ദുരിതബാധിതർക്ക് നൽകിയത്. ഇപ്പം മുതൽ എന്നും TV കാണാണ്. അപ്പം എന്നും പ്രാർത്ഥിക്കാൻ പറയും. ഞങ്ങൾ പറഞ്ഞില്ലെങ്കിലും രാവിലെ എനിക്ക് കുളി കഴിഞ്ഞ് പ്രാർത്ഥിക്കും, അർജുനന് കാണണേ, ചോറ് ടിക്കണേ എന്നൊക്കെ പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പാച്ചോ കാശെടുക്കാൻ പൈസ കൊടുത്താലോ എന്നാണ്. അപ്പോൾ കൊടുക്കാൻ മാമേ നമുക്കൊന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാക്കി വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുക. പിന്നെ രാവിലെ ടീച്ചറെ വിളിച്ച് പറഞ്ഞു, ടീച്ചറെ സ്കൂളിലേക്ക് ഇന്ന് വല്ല പിള്ളേരെ കൊണ്ടും ടീച്ചർമാരോടും പറഞ്ഞിട്ട് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു. ഇതിലാണ് പക്ഷേ ഇത്തരത്തിൽ ഈ വളർന്നു വരുന്ന ഇത്രയും കുരുന്നുകളിൽ പോലും ഒരു ദയയുടെ കാരുണ്യം കാണുന്നത് ഏറ്റവും സന്തോഷകരമായി തോന്നുന്നു. ഈ തുക, ഈ പാച്ചി തന്നിട്ടുള്ള ഈ തുക, ഈ തത്തുല്യമായ സാധനങ്ങൾ അതിന് വാങ്ങി അത് ഇവർക്ക് അതിൻ്റെതായ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കും എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തളിക്കുളം പ്രോജക്ടിന്റെ കീഴിൽ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ICDS സൂപ്പർവൈസർ KR വൈദേഹിക്ക് വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടി പ്രവർത്തകർ യാത്രയയപ്പ് നൽകി. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അംഗനവാടി വർക്കർമാരും ഹെൽപ്പർമാരും പ്രസ്തുത പരിപാടിയിൽ പങ്കെടുത്തു. 13ാം വാർഡിൽ 42ാം നമ്പർ അംഗനവാടി വെച്ച് നടന്ന പരിപാടി ഷീജ KV സ്വാഗതം ആശംസിച്ചു. 2018 തളിക്കുളം ICDSൽ ജോലിയിൽ പ്രവേശിച്ച സൂപ്പർവൈസർ 2021 മുതലാണ് വാടാനപ്പള്ളി ICDS സൂപ്പർവൈസറായി ചാർജ് എടുത്തത്. പ്രസ്തുത കാലയളവിൽ അംഗനവാടിയുമായി ബന്ധപ്പെട്ടും ജനകീയാസൂത്രണ പദ്ധതികളുമായി നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഷീജ KV സംസാരിക്കുകയുണ്ടായിരുന്നു. അംഗനവാടി ഹെൽപ്പർമാരെ പ്രതിനിധീകരിച്ച് മിനി NS ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അംഗനവാടി പ്രവർത്തകരായ ലതിക, വിശ്വഭാരതി, സുബി, ഗിരിജ, വിനീത, ഉഷാകുമാരി, വിരമിച്ച അംഗനവാടി പ്രവർത്തക അനിത P, ഗ്രാമപഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ ശ്രീരേഖ തുടങ്ങിയവരും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പൊന്നാട അണിയിക്കുകയും മൊമെന്റോ നൽകുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ ശ്രീരേഖ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. 28 അംഗനവാടികളിലെയും 56ഓളം പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു. ലഘുഭക്ഷണത്തിന് ശേഷം പ്രവർത്തകർ കലാപരിപാടികൾ അവതരിപ്പിച്ചു. സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി കത്തോലിക്ക കോൺഗ്രസ്. സെന്റ് ആന്റണീസ് പള്ളി പുത്തൻപിടിയ കത്തോലിക്ക കോൺഗ്രസിന്റെയും തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രി DDRC തൃശൂർ ലാബിന്റെയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും രക്തപരിശോധനയും പള്ളി മതബോധന ഹാളിൽ നടത്തി. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇടവക ഡയറക്ടർ റഫറന്റ് ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത ജനറൽ സെക്രട്ടറി KC ഡേവിസ് മുഖ്യാതിഥിയായിരുന്നു. പാതുവ കോൺവെന്റ് മദർ സൂപ്പീരിയർ C ഷിജി ആന്റോ, കത്തോലിക്ക കോൺഗ്രസ് പഴുവിൽ ഫെറോനോ സെക്രട്ടറി ഓസ്റ്റിൻ പോൾ, വാർഡ് മെമ്പർ മിനി ആന്റോ, കത്തോലിക്ക കോൺഗ്രസ് സെക്രട്ടറി ജോബി CL, ട്രഷറർ ലൂയിസ് താണിക്കൽ എന്നിവർ പ്രസംഗിച്ചു. ഷാലി ഫ്രാൻസിസ്, ജെസി വർഗീസ്, KA വർഗീസ്, ആനി ജോയ്, ബിജു ബാബു, AC ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. 150ഓളം പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. 45-50 ആകുമ്പോൾ മധ്യവയസ്കിലെത്തുമ്പോൾ നമുക്കുടെ ശരീരത്തിലെ അവയവങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ കുറവുകൾ സംഭവിക്കാനായിട്ട് ഇടയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഈ പരിശോധന ക്യാമ്പുകൾ നമുക്ക് തീർച്ചയായിട്ടും നല്ല ആരോഗ്യത്തോടുകൂടെ ജീവിക്കാനായിട്ടുള്ള ഒരു സഹായകമായിട്ടുള്ള ഒന്നാണ്. അതിന് നേതൃത്വം കൊടുക്കാനായിട്ട് ഇടവകയിലെ കത്തോലിക്ക കോൺഗ്രസ് മുന്നോട്ട് വന്നതിൽ
അഭിനന്ദനം അവർ അർഹിക്കുന്നവരാണ് സമൂഹത്തിൽ ഏറ്റവും താഴെ കിട്ടുന്നത്. ദുരിത മേഖലയിലേക്ക് ആവശ്യ സാധനങ്ങൾ കൈമാറി മാപ്രാണം ജവഹർ ബാലവിഹാർ. വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടി ജവഹർ ബാലവിഹാർ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ JBV ഫുട്ബോൾ അക്കാദമിയും സെന്റ് സേവിയേഴ്സ് LP സ്കൂൾ മാപ്രാണം PTA മെമ്പേഴ്സും ചേർന്ന് ശേഖരിച്ച അവശ്യ സാധനങ്ങൾ പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം വയനാട്ടിലേക്ക് നടത്തുന്ന കളക്ഷൻ സെന്ററിലേക്ക് കൈമാറി. മാപ്രാണം കിക്ക് ഷോപ്പ് ടർഫ് കോർട്ടിൽ നടന്ന ചടങ്ങിൽ വെച്ച് സംസ്ഥാന പ്രസിഡന്റ് സത്യൻ PB, നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ചെയർമാൻ ആന്റോ തൊറൈന അവശ്യ സാധനങ്ങൾ കൈമാറി. അഞ്ജന പ്രേം നിവാസ്, ലിൻഡോ CF, സുനിൽ, ഫിഡൽ, ബാബു, ഹരിദാസ്, സന്ദീപ്, രാമൻ നമ്പൂതി, സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു. എന്തൊരു ദുരിതമോ പ്രളയമോ മറ്റു കാര്യങ്ങളോ ഉണ്ടായാൽ അതിനെ ഒറ്റക്കെട്ടായി, ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ ഒറ്റക്കെട്ടായി നേരിടുന്ന ഒരു പ്രവണത നമ്മുടെ കേരളത്തിനുണ്ട്. അതിൻ്റെ ഒരു വിജയം കൂടിയാണ് ഇന്ന് ഇവിടെ. എനിക്ക് ഏറ്റവും അഭിമാനം തോന്നുന്നു. ഞാനിവിടെ ഇടയ്ക്ക് വരാറുള്ളതാണ്. നമ്മുടെ ക്യാമ്പുകളായിട്ടും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലെയും നമ്മൾ ഇവിടെ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങൾ സ്വയം ഇപ്പം മതിലകത്ത് കാപ്പ നിയമം ലംഘിച്ച ആളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വജ്രമഠം സ്വദേശി കൊച്ചിക്കപ്പറമ്പിൽ അനൂപാണ് പിടിയിലായത്. നിരവധി കേസുകളിൽ പ്രതിയായ ഇയാളെ 4 മാസം മുൻപാണ് തൃശൂർ മേഖല DIG കാപ്പ ചുമത്തി നാടുകടത്തി ഉത്തരവിട്ടത്. ഇതിനെതിരെ കോടതിയിൽ നിന്ന് പ്രത്യേക ഇളവ് വാങ്ങിയ ഇയാൾ കോടതിയിൽ നിർദ്ദേശിച്ച വ്യവസ്ഥകൾ ലംഘിച്ചതോടെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. കാലവർഷക്കെടുതിയിൽ വീട് തകർന്ന കുടുംബത്തിന് വീണ്ടും സ്നേഹസ്പർശവുമായി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ. തളിക്കുളം കൈതക്കൽ പുനരധിവാസ കോളനിയിലെ കോലോത്ത് സിന്ധുവിന്റെ വീടാണ് ശക്തമായ കാറ്റിലും മഴയിലും തകർന്നത്. കഴിഞ്ഞ മാസത്തെ ഓണറേറിയവും മഴക്കെടുതിയിൽ തെങ്ങ് വീണ് തകർന്ന കുടുംബത്തിനാണ് നൽകിയത്. ഇതുൾപ്പെടെ 43 ഓണറേറിയവും സേവന പ്രവർത്തനങ്ങൾക്കും രോഗികൾക്കുമാണ് നൽകിയത്. ചടങ്ങിൽ മണികണ്ഠൻ ആലയിൽ, റിനേഷ് പട്ടായി, അനിൽ കൈതക്കൽ, മുരളി പൂരാടൻ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 7 കോടിയിലധികം രൂപ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ തൃശൂരിലെ പ്രമുഖ വ്യവസായി അറസ്റ്റിൽ. തൃശൂരിൽ ബക്കറ്റിലെ വെള്ളത്തിൽ വീണ് 9 മാസം പ്രായമുള്ള കുഞ്ഞിന് ദാരുണാന്ത്യം. ഹനാന്റെ കുഞ്ഞു സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്. പെരുമ്പുള്ളിശ്ശേരിയിൽ ടെറസിൽ നിന്നും വീണ് വയോധിക മരിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.